പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനങ്ങളെ വിട്ട് നിങ്ങൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ആഴത്തിൽ അറിയണം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെല്ലാം ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചു വരികയാണല്ലോ. അധ്യായമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് കൃപ ചെയ്ത 9-ാം അധ്യായത്തിന്റെ പകുതി ഭാഗം പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇസ്രായേലിയർ എന്ന ഒരു പ്രയോഗം റോമർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് 3-ാം അധ്യായത്തില് അവർക്ക് എന്താണ് പ്രത്യേകത, എന്തുകൊണ്ടാണ് എല്ലാവരും യഹൂദന്മാർ എന്ന് പറയുന്നത്, യഹൂദന്മാർ എന്തുകൊണ്ടാണ് ഇന്നും ലോകത്തിന്റെ ഒരു നേതൃനിരയിലേക്ക്, നമ്മളെല്ലാം പറയാം അമേരിക്കയാണ് വേൾഡ് പോലീസ് എന്നൊക്കെ പറയാം, പക്ഷേ അമേരിക്കയും വേൾഡ് പോലീസ് എന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്ന് വന്നെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് യഹൂദന്മാരാണ്, ഇസ്രായേലിയരാണ്. ലോകത്തിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങളുടെ 90% ഇസ്രായേലിയരിൽ നിന്നുള്ളതാണ്. അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ എന്നാ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിശ്വസിക്കാനാവാത്ത തലങ്ങളിലേക്ക് പ്രവർത്തിക്കുന്ന ചാര സംഘടന മൊസാദ് എന്ന സംഘടന യഹൂദന്മാരുടെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമുക്കറിയാം ഏതൊക്കെ നിലവാരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കാം ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ നാം ഒക്കെ അറിയുന്നത് പോലെ ഒരു 6 days വാർ ഉണ്ടായിരുന്നു, 6 ദിവസത്തെ യുദ്ധം. എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യം ലോകത്തിലായിരുന്നു. കാരണം അത് ലോകത്തിലേക്ക് ഡിസോൾവ് ആയി പോയിരുന്നു. ദാറ്റ് വാസ് എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് എങ്ങനെയാ ഡിസോൾവ് ആയി പോയത്? ദൈവം ചിതറിച്ചു കളഞ്ഞതാണ്. കാരണം ദൈവത്തെ അനുസരിക്കാതെ ദൈവപുത്രനെ തള്ളിക്കളഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രവചനം യഥാർത്ഥത്തിൽ അതൊരു കേഴ്സ് ആയിരുന്നു. അത് അവരുടെ മേൽ ഭാരമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചിതറിക്കപ്പെട്ടു. അവർക്ക് സകലതും നഷ്ടമായി, അവരുടെ ഐഡന്റിറ്റി നഷ്ടമായി. ലോകത്തിൽ അവരുടെ ഐഡന്റിറ്റി നഷ്ടമായി എങ്കിലും അവർ വ്യക്തിപരമായി കുടുംബമായിട്ട് അവരൊക്കെ എവിടെയൊക്കെ പോയി പാർത്തോ യഹൂദൻ എന്നുള്ള ഐഡന്റിറ്റി അവരെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെ സയോണിസം എന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. അവരുടെ പ്രവർത്തന ഫലമായാണ് ഈ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് യഹൂദന്മാർ ഇസ്രായേലിലേക്ക് ഇന്നും വന്നുകൊണ്ട് ഇരിക്കുന്നത്. അതും ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിന്നെ ലോകത്തിന്റെ സകല ദിക്കുകളിൽ നിന്നും ഞാൻ ശേഖരിച്ച് എന്റെ സന്നിധിയിലേക്ക് വരുത്തും എന്നുള്ളതായ ഒരു വാഗ്ദത്തം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം പൂർത്തിയാകാറായി. അപ്പോഴാണ് യുദ്ധമൊക്കെ സംഭവിക്കുന്നത്. യുദ്ധത്തിൽ നമുക്ക് അറിയാം, ഒരു വളരെ ചെറു രാജ്യം, നമ്മളുടെ കേരളത്തിന്റെ 2 ഡിസ്ട്രിക്റ്റിന്റെ അത്രയും വലിപ്പമേ ഉള്ളൂ. ആ ഒരു രാജ്യം ഏതെല്ലാം വിധത്തിലാണ് കഴിഞ്ഞ ഒരു വർഷം പെരുമാറിയതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം എന്താണ്? അത് അമാനുഷികമാണ് നമുക്ക് മനസ്സിലാക്കുക. അത് സൂപ്പർ ഹ്യൂമൻ ആണ്. മനുഷ്യനാൽ അസാധ്യമെന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന. അപ്പോൾ തന്നെയാണ് നമ്മൾക്ക് വ്യക്തമായിട്ട് ദൈവവിശ്വാസികൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചിന്തിച്ച് ഉറപ്പിക്കാവുന്നത്, മാനുഷിക കരങ്ങൾ അല്ല ഇസ്രായേലിനോടുകൂടെ പ്രവർത്തിക്കുന്നത്, അത് ദൈവകരങ്ങളാ. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. അവരോടുകൂടെ പ്രവർത്തിക്കുന്നത് ദൈവകരങ്ങളാണ്. കാരണം അവരെയാണ് ദൈവം തന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് വിളിച്ച് ചേർത്തത്. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകം മുഴുവൻ സൃഷ്ടികർത്താവായ ദൈവത്തെ ഉപേക്ഷിച്ച് സൃഷ്ടിയുടെ പുറകെ പോയപ്പോൾ, സൃഷ്ടികളെ, കല്ലിനെയും മണ്ണിനെയും മരത്തെയും അഗ്നിയെയും സൂര്യനെയും ഗോളങ്ങളെയും ഒക്കെ ദൈവങ്ങളാക്കി ആരാധിച്ചപ്പോൾ, മൃഗങ്ങളെ ദൈവങ്ങളാക്കി ആരാധിച്ചപ്പോൾ, മനുഷ്യരെ ദൈവങ്ങളായി ആരാധിച്ചപ്പോൾ, അവർ മാത്രമാണ് തങ്ങളുടെ സൃഷ്ടികർത്താവിനെ മറക്കാതെ സൃഷ്ടികർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിച്ച ഒരു വർഗം. അതുകൊണ്ടാണ് ഹെബ്രായരെ, ഇസ്രായേലിയരെ ദൈവം തന്റെ സ്വന്തം മക്കളായും സ്വന്തം ജനമായും തിരഞ്ഞെടുത്തത്. അപ്പോൾ തന്നെ കർത്താവ് അവരെ ശിക്ഷിക്കുന്നു. എന്തുകൊണ്ട് ശിക്ഷിക്കുന്നു? ഒരു അപ്പൻ തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ. അപ്പൻ തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് നാശത്തിലേക്കല്ല. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ നമ്മെ എപ്പോഴെങ്കിലും ശകാരിച്ചെങ്കിൽ, നമ്മെ ശിക്ഷിച്ചെങ്കിൽ അത് നമ്മളുടെ നാശത്തിന് വേണ്ടിയല്ല. നമുക്ക് നമ്മളുടെ ചെറുപ്രായത്തിൽ തോന്നാം
എന്നെ ശല്യപ്പെടുത്തുകയാണല്ലോ, എനിക്ക് സ്വാതന്ത്ര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ, എനിക്ക് കുറച്ചുനേരം എന്റെ സമയത്തിലിരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, എപ്പോഴും പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെയാണല്ലോ, എന്നെ ശകാരിക്കുന്നല്ലോ, എന്നെ അടിക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ വിചാരിച്ചേക്കാം. അത് നമ്മളുടെ അപ്പോഴത്തെ ആ എന്താ പറയുന്നത് മേച്യൂരിറ്റി കുറവ് കൊണ്ടാണ്. നമ്മൾ അത്രയും പക്വത എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ പ്രായമായി നല്ലപോലെ പഠിച്ച് നല്ല ജോലിയൊക്കെ ആയി ഒരു കുടുംബസ്ഥനൊക്കെ ആയി കഴിയുമ്പോഴാ നമുക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അവർ നമ്മെ ശകാരിച്ചതും നമ്മെ വഴക്ക് പറഞ്ഞതും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന്. ഇതുപോലെയാണ് ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സ്ഥാനം. ദൈവം അവരുടെ പിതാവാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അവർ ഈ ലോകത്തിന്റെ നെറുകയിലെത്തണം. ലോകത്തിന്റെ മാത്രമല്ല, അവർ ഒരാൾ പോലും നഷ്ടപ്പെടാതെ സ്വർഗരാജ്യത്തിന്, ദൈവരാജ്യത്തിന് അവകാശികളാണ്. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ച് വഴി നടത്തുന്നു. അത് നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ, വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്, പഴയ നിയമം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രമാണ്. അത് അങ്ങോളം ഇങ്ങോളം പഠിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ഇസ്രായേലിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് ദൈവം അവരെ ശിക്ഷിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതിയിലെ ആക്രമണം പോലും അത് ദൈവം അറിഞ്ഞു ചെയ്യുന്നതാണ്. കാരണം ഇസ്രായേൽ അതുപോലെ വീണ്ടും ഇസ്രായേലിലെ പുതുതലമുറ സൃഷ്ടികർത്താവായ ദൈവത്തെ വിട്ട് പ്രമാണങ്ങൾക്ക് എതിരായിട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊരു പാഠമാണ്. സ്തോത്രം. ഇത് നമ്മൾ ദൈവമക്കൾക്ക് ഒരു പാഠമാണ്. നാം ദൈവമക്കൾ എന്ന ആ ഒരു മഹത്വമുള്ള നിലയിലായിരിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കാതെ, ദൈവ പ്രമാണങ്ങളെ, ദൈവകൽപ്പനകളെ അനുസരിക്കാതെ എപ്പോഴെങ്കിലും നമ്മൾക്ക് തോന്നിയ വഴിക്ക് പോകുവാൻ ശ്രമിച്ചാൽ അതാണ് ബാലശിക്ഷ എന്ന ഒരു ശിക്ഷ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ ബാലശിക്ഷ കഴിച്ച് മടക്കിക്കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെന്തക്കോസ്തുകാരായ വിശ്വാസികളായ ദൈവമക്കളായ നമ്മുടെ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥമായി എന്ന് നമുക്ക് തോന്നുമാർ സംഭവിക്കുന്നതിൽ ഓർത്തുകൊള്ളുക. പിന്തിരിഞ്ഞ് ചിന്തിച്ചു കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തെ നീരസപ്പെടുത്തുന്ന, നമ്മുടെ പിതാവിനെ കോപിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചോ, നമ്മൾ അങ്ങനെ ചെയ്തോ എന്ന് അത് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവവുമായിട്ട് നാം രമ്യപ്പെടണം. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഉപവിഷ്ടനായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇസ്രായേലിയർക്കുള്ള പ്രത്യേകത എന്ന് ഇവിടെ വ്യക്തമാക്കുന്നത് 9-ന്റെ 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലുമാണ്. എന്തൊക്കെയാണ് അവർ ഇസ്രായേലിയർ? പുത്രത്വവും തേജസ്സും നിയമങ്ങളും. ഇവിടെ പുത്രത്വം എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ മക്കളായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു, മുൻ നിർണയിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പറയാറുള്ളതാണ്, നമ്മെ വളരെയധികം തെറ്റിക്കുന്ന ഒരു പദമാണ് മുൻ നിയമനം എന്നുള്ളത്. നമ്മൾ 8-ാം അധ്യായത്തിൽ പഠിച്ചു, മുൻ നിയമിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ ഭാഗം. യഥാർത്ഥത്തിൽ ഈ മുൻ നിയമനം എന്ന് പറയുന്നത് നമ്മൾ ജാതികൾക്ക് വേണ്ടി ഉള്ളതായിരുന്നില്ല, അത് യഹൂദർക്ക് വേണ്ടിയുള്ളതാണ്. അവരെയാണ് മുൻ നിയമിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ചിരിക്കുകയാണ്, നമ്മളെ മുമ്പേ വിളിച്ചതല്ല. നാം ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളവരായിരുന്നു എന്ന് വെച്ചാൽ ജാതികൾ നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോയി എങ്കിലും നമ്മുടെ അപ്പനാണ്, നമ്മുടെ സൃഷ്ടികർത്താവാണ്. ലോകത്തെ മുഴുവൻ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞില്ല, ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് സ്വപുത്രനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് അയച്ചു. അപ്പോൾ അതിൽ തന്നെ ഒരു മുൻ നിയമനമുണ്ട്. ആരാണ് മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത്? യഹൂദന്മാരാണ്, ഇസ്രായേലിയരാണ് ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ മാർജാര ശാസ്ത്രം, അതുപോലെ തന്നെ മാർജാര സിദ്ധാന്തം, കേട്ടോ, അത് തിയറിയാണ്. മാർജാര സിദ്ധാന്തം, മർക്കട സിദ്ധാന്തം. ഇന്നെ ഒരു ദേവദാസൻ ഒമാനിൽ നിന്ന് കറക്റ്റ് ചെയ്യുകയുണ്ടായി. അത് ശാസ്ത്രമല്ല, സിദ്ധാന്തമാണ്. സ്തോത്രം. അപ്പോൾ അതൊരു സിദ്ധാന്തമാണ്. അപ്പോൾ മുൻ നിയമിച്ചവരെ ദൈവം ആ മഹത്വത്തിലേക്ക് നടത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ജാതികളായ നമുക്ക് വീണ് കിട്ടിയ ഒരു വിളിയാണിത്. പൗലോസ് അപ്പോസ്തലനിലൂടെ പൗലോസ് അപ്പോസ്തലനെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് കർത്താവ് വിളിച്ചു. അങ്ങനെ പൗലോസ് അപ്പോസ്തലന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വേണ്ടി വീണ് കിട്ടിയ, ഉദാഹരണം നമ്മൾ ഭാരതീയർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളീയർ ഊറ്റം കൊള്ളും തോമസ് അപ്പോസ്തലൻ ഇവിടെ വന്നതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളായെന്ന്. യഥാർത്ഥത്തിൽ തോമസ് അപ്പോസ്തലൻ വന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാർ ലോകത്തിന്റെ അറുതിയോളം യാത്ര ചെയ്ത് അവർ സുവിശേഷം പ്രസംഗിച്ചത് ജാതികളോടല്ല, യഹൂദന്മാരോടാണ്. അപ്പോൾ യഹൂദന്മാരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നുവെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നത്. കാരണം അന്ന് കച്ചവടക്കാരായ അനേകം യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തെ ചിതറിക്കപ്പെട്ടിരിക്കുകയാണല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് സുവിശേഷം അറിയിക്കുവാനാണ് അപ്പോസ്തലൻ വന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലനെയാണ് കർത്താവ് ജാതികളുടെ അല്ലെങ്കിൽ യൂദായ്ക്ക് പകരമുള്ള അപ്പോസ്തലനായിട്ട് വിളിച്ച് നിയമിച്ചത്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് എന്താണ്? വിളിച്ച് വേർതിരിച്ച് അയക്കുക. ഇതാണ് അപ്പോസ്തലത്വം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. കർത്താവിനാൽ വിളിക്കപ്പെട്ട് ലോകത്തിന് നാനാഭാഗത്തേക്കും ജാതികളോട് സുവിശേഷിക്കുവാൻ വിളിച്ചത് പൗലോസ് അപ്പോസ്തലനെയാണ്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. അത് കാരണം ജാതികളായ നമ്മളും ഈ സുവിശേഷം കേൾക്കുവാൻ ഇടയായി. നമ്മൾ ഈ പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളായിരുന്നു. പേരിന് നമ്മളിൽ ചിലർ ക്രിസ്ത്യാനികളായിരുന്നു, അത് പേരുകൊണ്ട് മാത്രം. ആൻസൺ എബ്രഹാം വർഗീസ് എന്നതിൽ എബ്രഹാം എന്നത് ഒരു ക്രിസ്തീയ പേരാണ്, വർഗീസ് എന്നത് ഒരു ക്രിസ്തീയ പേരാണ്, അത്രേ ഉള്ളൂ. ആൻസൺ എന്നതും ക്രിസ്തീയ പേരാ. അപ്പോൾ ആ പേരുകൊണ്ട് മാത്രം ഞാൻ 42 വർഷം ഒരു ക്രിസ്തീയ മതത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ എനിക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ ജാതികൾക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ സുവിശേഷ വിളി അത് കേട്ട് ഏറ്റെടുത്ത നിമിഷമാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവ പൈതൽ ആയത്. ഇതൊക്കെ നമ്മെ കുറിച്ച് ചിന്തിക്കണം കേട്ടോ. അതാ ഇവിടെ പറയുന്നത്, ജന്മം കൊണ്ട് യഹൂദനായവനല്ല, യഹൂദൻ വാഗ്ദത്തത്താൽ ജനിച്ചവനാണ്. അല്ലെങ്കിൽ നാം വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിച്ചവരാണ് യഹൂദർ, യഥാർത്ഥ ദൈവമക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പുത്രത്വവും തേജസ്സും? ഇവിടെ തേജസ് എന്ന് പറയുമ്പോൾ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ അത് മഹത്വം എന്ന, ഗ്ലോറി. ഈ തേജസ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല. തേജസ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനാണ്. ഈ ലോകത്തിന്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി നമ്മെ നീതീകരിച്ച് ഈ ലോകത്തിൽ നിന്നും ഉയർന്ന ഒരു തലത്തിലേക്ക്, ആത്മീയമായി വളരെ ഉന്നതം ഉള്ള ഒരു തലത്തേക്ക് നമ്മെ ബഹുമാനിച്ച് ഇരുത്തുന്ന ആ അവസ്ഥയ്ക്കാണ് ഗ്ലോറിഫൈ ചെയ്യുക, തേജസ്കരിക്കുക എന്ന ഇവിടുത്തെ ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങളത് തെറ്റരുത്. ഏകദേശം അത് തന്നെയാണ് 8-ാം അധ്യായത്തിൽ മുൻ നിയമിച്ചവരെ തേജസ്കരിച്ച് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്നുവെച്ചാൽ ഉറപ്പിന്റെ മേൽ ഉറപ്പാണെന്ന്. അതൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് യഥാർത്ഥത്തിൽ ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറയുകയുണ്ടായി. ഈ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശരിയാണ്. നമ്മെ രക്ഷിച്ച്, പാപക്കുഴിയിൽ കിടന്ന് നമ്മെ രക്ഷിച്ച് നമ്മെ തേജസ്സിലേക്ക് ആക്കി വച്ചിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിലും തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തേജസ്സും നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാംസ്കാരികമായ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം. എന്താണ്? മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തോന്നിയ വഴിക്ക് പോവുകയല്ല. നമുക്ക് ഒരു രീതിയും ഒരു മാർഗവും ഉണ്ട്. അതാണ് നിയമം എന്ന് പറയുന്നത്. അതാണ് ദൈവിക കൽപ്പനകൾ, നിയമങ്ങൾ. അപ്പോൾ ഇത് ലോകത്തിൽ വേറെ ആർക്കുമില്ലായിരുന്നു. ദൈവം ഇത് കൊടുത്തത് യഹൂദന്മാർക്കാണ്, ഇസ്രായേലിയർക്കാണ്. മോശയിക നിയമം, ദ മൊസായിക് ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കാണ് ഒരു നിയമമുള്ളത്, അവർക്കാണ് ഒരു ചട്ടമുള്ളത്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ധാരാളം പേർ പല വിധത്തിൽ നടന്നു പോകുന്നത് കാണാം, ഇല്ലേ? എന്നാൽ നിങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡ് ഒന്ന് നോക്കിയേ, തോന്നിയതുപോലെയാണ് നടക്കുന്നത്. അവർക്കൊരു സിസ്റ്റം ഉണ്ട്, അവർക്കൊരു താളമുണ്ട്, അവർക്ക് ഒരു മനോഹാരിത്വമുണ്ട്, അവർക്കൊരു തേജസ്സുണ്ട്. അവരുടെ യൂണിഫോമും അവരുടെ നടപ്പും നിൽപ്പും, നെഞ്ചുയർത്തി നിൽക്കുന്ന നിൽപ്പ്. അപ്പോൾ അവരൊരു നിയമം അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഓർത്തു നോക്കി, നിയമം അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് പോകുമ്പോൾ അവർ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവർക്കൊരു മഹത്വമുള്ളത്. നമുക്ക് അവരെ നോക്കുന്നു, മനസ്സിലായി? അപ്പോൾ അവർക്ക് നിയമങ്ങൾ, അവർക്ക് ന്യായപ്രമാണം, അവർക്ക് ആരാധന, അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന യഹോവ എന്ന ദൈവത്തെ കുറിച്ച് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ആരാധനയിന്മേൽ സന്തുഷ്ടനാകുന്നവൻ, പ്രസാദിക്കുന്നവൻ, ആ ആരാധനയെ സ്വീകരിക്കുന്നവൻ, ആ ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക
മഹത്വമുണ്ട് അക്കാര്യത്തിൽ. വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ഇനിയുമാണ് വളരെ മാർമികമായ ഒരു കാര്യമുള്ളത്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് അല്ലോ ഉദ്ഭവിച്ചത്. യേശു ക്രിസ്തു ദൈവപുത്രൻ, വചനമാകുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. എന്ന് വെച്ചാൽ വചനം ജഡാവതാരം ചെയ്തു. വിശുദ്ധ മറിയത്തിലൂടെ, മറിയമെന്ന ആ സഹോദരിയിലൂടെ വചനം ജഡമായിട്ട് ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആരായിരുന്നു മറിയം? യഹൂദ കന്യകയായിരുന്നു, ദാവീദിന്റെ കുലത്തിൽ ജനിച്ചവളായിരുന്നു. ഓർത്തു നോക്കിയേ. അപ്പോൾ ക്രിസ്തുവും ജഡപ്രകാരം ദാവീദിന്റെ കുലത്തിൽ ജനിച്ചവനായി, ഹല്ലേലൂയ, യഹൂദയുടെ കുലത്തിൽ ജനിച്ചവനായി, ഇസ്രായേൽ കുലത്തിൽ ജനിച്ചവനായി. അപ്പോൾ ജഡപ്രകാരം ശരീരത്തിൽ, തന്റെ ശരീരം എവിടുന്ന സ്വീകരിച്ചത്? ഇസ്രായേലിനായാണ് യേശു ക്രിസ്തു തന്റെ ശരീരം സ്വീകരിച്ച് ഈ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച് അടയ്ക്കപ്പെട്ട് ഉയർത്ത് എഴുന്നേറ്റത്. ആ ശരീരത്തിലാണ്, ജഡശരീരത്തിലാണ് കർത്താവ് മരിച്ചതും ജഡശരീരത്തിലാണ് കർത്താവ് ഉയർത്ത് എഴുന്നേറ്റത്. ആ തേജസ്കരിക്കപ്പെട്ട ജഡശരീരമാണ് ഇപ്പോൾ സ്വർഗത്തിൽ ആയിരിക്കുന്നത്, സ്വർഗാരോഹണം ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മർമ്മം എന്താണ്? അടുത്ത പദമാണ് മർമ്മം. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ക്രൈസ്തവ സഭയെ AD 2-ാം നൂറ്റാണ്ടിൽ എന്ന് വെച്ചാൽ യേശു കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ മണവാട്ടി സഭ വ്യാപരിക്കുകയുണ്ടായി. ഏകദേശം AD 2-ാം നൂറ്റാണ്ടില് പീഡനം ആരംഭിച്ചു. എന്നാൽ ആ പീഡനത്തെക്കാൾ വളരെ ദുഃഖകരമായ ഒരു സംഭവം സഭയിൽ ഉണ്ടായി. അന്നുവരെയും യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ലോകത്തിന്റെ അറുതിയോളം പ്രസംഗിച്ചു വന്ന അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, അവരുടെ ഉപദേശത്തിനും പഠിപ്പിക്കലിനും എതിരായിട്ട് ഒരു ഉപദേശം ഉടലെടുത്തു. അതാണ് യേശു ക്രിസ്തു ദൈവം അല്ല, യേശു ക്രിസ്തു ദൈവം ആയിരുന്നില്ല, യേശു ക്രിസ്തു ദൈവം ആവുകയുമില്ല എന്നുള്ളതായ വളരെ ക്രൂരമായ ഒരു പാഷണ്ഡത എന്ന് പറഞ്ഞാൽ അനുസ്കിസം എന്നൊക്കെ പറയും, എന്ന് വെച്ചാൽ ദുരുപദേശം എന്ന് പറയും. മലയാളത്തിൽ അതിന് പാഷണ്ഡത എന്ന് പറയുന്നു. അപ്പോൾ അനേകർ, ദൈവ സഭയുടെ പിതാക്കന്മാർ തന്നെ കേട്ടോ, എന്ന് വെച്ചാൽ അന്നത്തെ ബിഷപ്പന്മാരും അന്നത്തെ ശിഷ്യന്മാരുമാണ്, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ തന്നെയാണ്. അപ്പോസ്തലന്മാരിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും നേരിട്ട് പഠിച്ചവരിൽ ചിലർ തന്നെയാണ്. അവർ ഈ ലോകത്തിന്റെ ജ്ഞാനം ധാരാളമായി സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ തിരുവെഴുത്തുകളെ അവർ പഠിച്ചു കഴിഞ്ഞു. അവർ ജാതികളായിരുന്നു, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ആയവരാണ്. അവർ എന്ത് ചെയ്തു? അവർക്ക് അപ്പോൾ ലഭിച്ച ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർ ധാരാളമായിട്ട് പഠിക്കുവാൻ ശ്രമിച്ചു. പഴയ നിയമത്തെയും ഇതര മതഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഉദിച്ചു വന്ന ഒരു ചിന്തയാണ്, യേശു ക്രിസ്തു ദൈവം അല്ല. കാരണം പിതാവായ ദൈവം മാത്രമാണ് സാക്ഷാൽ ദൈവം എന്നുള്ള ചില വാക്യങ്ങളൊക്കെ അടർത്തിയെടുത്തിട്ട് അവർ അതിശക്തമായിട്ട് പ്രസംഗിക്കുകയും അവരുടെ കീഴിലുള്ള സഭകളോട് അവർ പഠിപ്പിക്കുകയും ചെയ്തു, യേശു ദൈവമല്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് യേശുവിന്റെ ദൈവത്വത്തിന് എതിരായിട്ടുള്ള ഉപദേശങ്ങൾ, അതൊരു വലിയ ആക്രമണമായിരുന്നു. ദൈവമക്കൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ നിമിഷവും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ അലകൾ ലോകത്തിന്റെ അറുതിയോളം അടിച്ചുകൊണ്ടിരിക്കുക. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ, അതുപോലെ തന്നെ യേശുവിന്റെ നാമത്തിലുള്ള സഭകളും ചിലത് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ദൈവപുത്രൻ മാത്രമാണ്, യേശു ഒരു സൃഷ്ടിയാണ്, യേശു സൃഷ്ടാവല്ല, യേശു സൃഷ്ടിയാണ്. ഇതൊക്കെയും ഈ ഒരു വലിയ ചർച്ച അന്ന് തുടങ്ങുവാൻ പ്രധാന കാരണങ്ങളിൽ ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താണ്? പിതാക്കന്മാർക്കും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ യേശു ക്രിസ്തു സർവത്തിനും മീതെ, എബോവ് എവ്രിതിങ്, എബോവ് ഓൾ, സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, സെലിബ്രേറ്റഡ് ആസ് ഗോഡ് ഓൾമൈറ്റി. ഓർത്തു നോക്കിയേ,
എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ എഴുതി വെച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു സത്യ ദൈവമെന്ന്. ഈ വാക്യങ്ങളൊക്കെ ആധാരമായി എടുത്തുകൊണ്ടാണ് അന്ന് ജീവിച്ചിരുന്നതായ അഥാനാസിയോസിനെ പോലെയുള്ള ബിഷപ്പുമാര് ഹോളി ട്രിനിറ്റി, പരിശുദ്ധ ത്രിയേകത്വം എന്നുള്ളതായ ആ വിഷയം ആഴത്തിൽ പഠിപ്പിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തത്. എന്ന് വെച്ചാൽ അന്യോന്യം യുദ്ധം വരെ ഉണ്ടായി. ഈ ഒരു പദം, ഈ പരിശുദ്ധ ത്രിയേകത്വം നമുക്ക് കർത്താവ് അനുവദിക്കുമെങ്കിൽ ഈ ഒരു വിഷയം നമുക്ക് ബൈബിൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. എല്ലാവരും പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഉയർത്തുന്ന ഒരു വിഷയമുണ്ട്, ക്രിസ്തുവിൽ പരിജ്ഞാനം എന്നുള്ളൊരു വിഷയം. പ്രിയമുള്ളവർ മനസ്സിലാക്കണം, നമ്മെ പലപ്പോഴും പിശാച് വഞ്ചിക്കുന്നത് യേശു ക്രിസ്തു രോഗശാന്തിക്കാരൻ, യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അത്ഭുത മന്ത്രി, യേശു ക്രിസ്തു വിടുതൽ നൽകുന്നവൻ, യേശു ക്രിസ്തു രോഗശാന്തി നൽകുന്നവൻ, യേശു ക്രിസ്തു അത്ഭുതം നൽകുന്നവൻ, യേശു ക്രിസ്തു വിടുതൽ നൽകുന്നവൻ, ഇങ്ങനെ 3 തലത്തില് 3 കാര്യങ്ങൾ പറഞ്ഞ യേശു ക്രിസ്തുവിനെ നമ്മൾ ഒരു ചട്ടക്കൂടിനകത്ത് അടക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനപ്പുറത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മെ അവിടെ കുടുക്കിയിരിക്കുക. ഞാനതൊരു കാര്യം പറയട്ടെ, രോഗശാന്തിയും വിടുതലും അത്ഭുതവും ഈ ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഉണ്ട്. എല്ലാ മതങ്ങളിലും നിരീശ്വരവാദികളിൽ പോലും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഉണ്ട്. ഹിപ്നോട്ടിസത്തിലൂടെ അല്ലെങ്കിൽ മെസ്മറിസത്തിലൂടെ. നിങ്ങൾ വിചാരിക്കും നിരീശ്വരവാദികളിൽ ഈ അത്ഭുതമില്ല എന്ന്. ഉണ്ട്. ഇന്നൊക്കെ നമ്മൾ യുവതലമുറക്കറിയാം മെന്റലിസം എന്നുള്ളതായ ഒരു പൈശാചിക പ്രവൃത്തി. ഞാനതിനെ പൈശാചിക എന്നുള്ളത് ഞാനത് ചെയ്തിരുന്ന ആളുകൊണ്ട് അത് കേട്ടോ, ഞാനത് പ്രാക്ടീസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. എനിക്ക് രക്ഷിക്കപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, എന്നിൽ നിന്ന് ആ ശക്തി വിട്ടുപോയപ്പോഴാണ് മനസ്സിലായത് പൈശാചികമായിരുന്നു. അപ്പോൾ രോഗശാന്തി, അത്ഭുത പ്രവൃത്തി, വിടുതൽ, ഇത് 3ഉം ഈ ലോകത്തിലുള്ള എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ ഇടയിലും ഇതുണ്ട്. അപ്പോൾ യേശുവിനെ വെറും ഒരു രോഗശാന്തിക്കാരനും വിടുതലുകാരനും അത്ഭുത പ്രവർത്തനവുമായിട്ട് പ്രദർശിപ്പിക്കുന്നത് പിശാചിന്റെ വലിയ ചതിയാണ്. പ്രിയമുള്ളവർ മനസ്സിലാക്കുക. ആ ചതിയിൽ നിന്ന് ദൈവജനം വിടുവിക്കപ്പെടുവാനാണ് ഹെബ്രായ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹെബ്രായ ലേഖനത്തിന്റെ കർത്താവ് പൗലോസ് അപ്പോസ്തലനാണോ? അതെ. കാരണം എനിക്ക് ബൈബിൾ കോളേജിൽ ലഭിച്ചതായ പ്രോജക്റ്റ് അതായിരുന്നു, തെളിയിക്കുവാനായിട്ട് ഹെബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരെ തെളിയിക്കുവാൻ. ഞാൻ എന്റെ തെസിയിൽ അത് തെളിയിച്ചു, പൗലോസ് അപ്പോസ്തലനാണെന്ന്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനങ്ങളെ വിട്ട് നിങ്ങൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ആഴത്തിൽ അറിയണം. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ പടവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവൻ ആരാണ്? ക്രിസ്തു സർവത്തിനും മീതെ, ഈ പ്രപഞ്ചത്തിനു മീതെ. പ്രപഞ്ചമാണല്ലോ ദൈവം സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിലും അതിലുള്ള സകലതും, ഭൂമി എന്ന് പറയുന്ന അതിലൊരു അംശം മാത്രമാണ്. അപ്പോൾ ഇതിനെല്ലാം മീതെ, സകല സൃഷ്ടിക്കും മീതെ അവൻ ദൈവമാണ്. അവൻ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് എന്നുള്ളതായ ഈ ഒരു പദം, ഈ ഒരു പ്രയോഗം, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആദ്യ പടിയാണ്. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ ഗ്രഹിക്കും തോറും ഈ അത്ഭുത പ്രവൃത്തികളിലേക്ക് നമ്മൾ വീണു പോകാതെ, രോഗശാന്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, വിടുതലിന് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രിസ്തുവിനോട് അടുക്കുവാൻ ശ്രമിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതകാലത്ത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. പഠിക്കുക മാത്രമല്ല, നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയാണ് നമ്മൾ ക്രിസ്തു എന്ന ആ മർമ്മത്തെ കൂടുതൽ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് അതുപോലെ അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം അത് നമുക്ക് വേണ്ടി എഴുതി വെച്ചു. ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പ്രയോഗത്തിൽ നിന്നാണ് യേശു ക്രിസ്തുവിനെതിരെയുള്ള എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനവും AD 2-ാം നൂറ്റാണ്ട്, 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട് മുതലേ ആരംഭിച്ച ഇന്നും ഈ ലോകത്തിലുള്ളത്. അപ്പോൾ തന്നെ അതിന് നേരെ വിപരീതമായി ദൈവമക്കൾ നടത്തുന്നതായ ക്രിസ്തുവിൽ പരിജ്ഞാനപൂർത്തി എന്നുള്ള പഠനം, അതും അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു അത്യുന്നതനും സർവശക്തനുമായ ദൈവമാണ്. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും. 2 വിഷയം ഞാൻ പറയാം. 1, പരിശുദ്ധ ത്രിയേകത്വം എന്നുള്ള വിഷയം നമുക്ക് പഠിക്കണം, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. 2,
ക്രിസ്റ്റോളജി, ക്രിസ്തു ശാസ്ത്രം എന്നുള്ള വിഷയം നമുക്ക് പഠിക്കണം. ഞാൻ ക്രിസ്തുശാസ്ത്രത്തെ കുറിച്ച് ബൈബിൾ ക്ലാസ് ഏകദേശം 16 ക്ലാസ്സുകൾ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അതൊക്കെ ഈ ചാനലിലുണ്ട്, ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ചാനൽ. അതെല്ലാം നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ വിഷയത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട്. പക്ഷേ അവിടെ പോരാ, നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ, ഈ ബൈബിൾ ക്ലാസ്സിൽ കർത്താവ് അനുവദിക്കുമെങ്കിൽ ഈ വിഷയങ്ങൾ പഠിക്കണം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ വളരുന്ന ഒരു യുവ തലമുറയായിട്ട് നിങ്ങൾ വാർത്തെടുക്കപ്പെടണം. അതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ മാത്രം ഒതുങ്ങാതെ, ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മളുടെ അപ്പോഴത്തെ ആ വിടുതലിൽ, നമുക്കൊരു ജോലി കിട്ടുന്നതിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക നന്മ കിട്ടുന്നതിൽ, ഭൗതിക നന്മ ലഭിക്കാൻ ലോകത്തിൽ അനേക മാർഗങ്ങളുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ ലോകത്തിൽ ഒരിടത്തും ലഭിക്കാത്ത ഒരു കാര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ നിത്യ മരണത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയായ നിത്യ മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു, നമ്മോട് ക്ഷമിച്ചു, നമ്മെ നീതീകരിച്ചു, നമ്മെ ദൈവമക്കളാക്കി തീർത്തു. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ലഭിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ഇതൊക്കെയും ലഭിച്ചിരിക്കുന്നു, ലഭിക്കും എന്നാണ് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം എന്നോടൊപ്പം വചനം ധ്യാനിച്ച നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമുള്ള, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വിട പറയുന്നു. ദൈവത്തിന്റെ സമാധാനം നാം എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.